വീണ്ടും ഷിജുവായിട്ടൊരു ചിറ്റ്ചാറ്റാണ്, കാനഡയിൽ നിന്നാണ്. ഈ ചിറ്റ്ചാറ്റിൻ്റെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉറപ്പായിട്ടും ഇപ്പം നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ എന്ന് പറയുന്നത് അമേരിക്ക, ഇറാൻ, ഇസ്രായേൽ ആ റീജിയനായിട്ടുള്ള വാറാണ്. അതിൻ്റെ കൂടെ തന്നെ പ്രധാനപ്പെട്ടൊരു ഇഷ്യൂ ഉണ്ട്, ട്രംപ് ഫോം ചെയ്യുന്ന ബോർഡ് ഓഫ് പീസ്, ഗാസയുമായി ബന്ധപ്പെട്ട സംഭവം. പിന്നെ ഈ പറയുന്ന സെക്യൂരിറ്റി എനർജി ഇഷ്യൂ, എങ്ങനെയാണ് ഇറാൻ വാറിൻ്റെയും വെനസ്വേല വാറുമായി ബന്ധപ്പെട്ട് ചൈനീസ് എക്കോണമി കൊളാപ്സ് ആയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഏറ്റവും ലേറ്റസ്റ്റ് റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത്. ഇതെല്ലാം കൂടെ വെച്ചുകൊണ്ടാണ് ഇന്നത്തെ ചിറ്റ്ചാറ്റ്. ഷിജു, ഈ ഒരു ടോപ്പിക്കിൽ, അതായത് ഇപ്പോഴത്തെ കത്തി നിൽക്കുന്ന സംഭവമാണ്. കാരണം ട്രംപ് എന്ത് പറഞ്ഞാലും നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ പറയുന്നതല്ല പിന്നെ ചെയ്യുന്നത്. കാരണം ഒരു ഭാഗത്ത് ടോക്സ് നടക്കും, ഒരു ഭാഗത്ത് വാറ് നടക്കും. അത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടതാണ്, വെനസ്വേല ഇഷ്യൂ കണ്ടതാണ്. അതായത് ഒരു ഭാഗത്ത് ടോക്സ് നടക്കും, മറ്റേ ഭാഗത്ത് വാറ് നടക്കും. ടോക്സ് ആയിട്ട് പാരലായിട്ട് നടന്നുകൊണ്ടിരിക്കും. പക്ഷേ ഇപ്പോഴുണ്ടായിരിക്കുന്ന സംഭവം, അമേരിക്കൻ മാർക്കറ്റ് എന്ന് പറയുന്നത് എല്ലാ റെക്കോർഡും ഭേദിച്ച് മുന്നോട്ട് പോവുകയാണ്. ഇതിന് ഗ്ലോബലായിട്ട് ഈ ഗ്ലോബൽ ജിയോ എക്കണോമിക്സിനകത്ത് വലിയ പ്രാധാന്യമുണ്ട്. ഏത് രീതിയിലാണ് ഈ പറയുന്ന വെസ്റ്റ് മിഡിൽ ഈസ്റ്റ് ഏഷ്യയിൽ ട്രംപിൻ്റെ ഈ ഇപ്പോഴത്തെ ഒരു മൂവ്മെൻറ്റ്, അതായത് ഇറാൻ വാറുമായപ്പെട്ട മൂവ്മെൻറ്റ് എങ്ങനെയാണ് കാണുന്നത്? അത് വളരെ നല്ല ഒരു ചോദ്യമെന്ന് മാത്രമല്ല, കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയമാണ്. അതായത് മിഡിൽ ഈസ്റ്റ് ഇഷ്യൂവിനകത്ത് എൻ്റെ അഭിപ്രായത്തിൽ അതിൻ്റെ ഒരു കൾമിനേഷൻ ആണ്, ഒരു ഫൈനൽ സ്റ്റേജ് ആണ് ഇപ്പോൾ ഇറാന്റെ നേരെയുള്ള അമേരിക്കയുടെ ഒരു ഇപ്പോഴത്തെ ഒരു സ്റ്റാൻഡ് എന്ന് പറയുന്നത്. കാരണം ഇന്ന് ട്രംപ് സംസാരിക്കുന്നുണ്ട്, അതായത് മിഡിൽ ഈസ്റ്റ് ഒരു ക്ലൗഡാണ് നീങ്ങുന്നത് ഇറാനെ ഒഴിവാക്കുന്നത് വഴി. അപ്പൊ ഈ ഒരു അവസരം ഒരു കാരണവശാലും അമേരിക്ക പാഴാക്കത്തില്ല. അപ്പൊ ഇറാന്റെ ഒരു റഷീം ചേഞ്ച് എന്ന് പറയുന്നത് 100% സംഭവിക്കുന്നത് മാത്രമല്ല, ഒരു പക്ഷേ ട്രംപിനൊരു പീസ് മേക്കർ എന്നുള്ള ഫീൽ ഉള്ളത് കൊണ്ട് ഒരു ബുള്ളറ്റ് ഫയർ ചെയ്യാതോ അല്ലെങ്കിൽ ഒരു ബോംബ് ചെയ്യാതോ ഖൊമേനി ഒഴിവാക്കാൻ ശ്രമിക്കും. അതിനുവേണ്ടി ആവാം ടൈറ്റൻ ചെയ്യുന്നത്. പക്ഷെ അധികം താമസിയാതെ ഒരു 24 മണിക്കൂർ, ഒരു ട്രംപ് എന്ന് പറയുന്നത് 10 ദിവസത്തിനകം ഇത് സംഭവിക്കുമെന്നാണ് പറയുന്നത്. 10 ദിവസം എന്ന് പറയുന്നത് ഒരു മാത്യു പറഞ്ഞ പോലെ നമുക്ക് വിശ്വസിക്കാൻ ഒക്കത്തില്ല. കാരണം ഒരു മണിക്കൂർ കൊണ്ടുണ്ടാവും. അതൊക്കെ അതെ, കഴിഞ്ഞ പ്രാവശ്യം ഒമാനി വെച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇറാനെ ബോംബ് ചെയ്തത്. അപ്പൊ അവർ പ്രതീക്ഷിക്കാത്ത സമയത്താണ് അമേരിക്ക അറ്റാക്ക് ചെയ്യുന്നത്. അപ്പൊ ഒരു 10 ദിവസം എന്ന് പറയുന്നത് ഒരു പക്ഷേ അവരെ മിസ്ഗൈഡ് ചെയ്യാൻ വേണ്ടിയുള്ള പദ്ധതി ആവാം. രണ്ടാണെങ്കിലും ഖൊമേനി ഒഴിവാകും എന്നുള്ളതിനകത്ത് യാതൊരു സംശയവുമില്ല. അവിടുന്ന് ഒരു റഷീം ചേഞ്ച് ഉണ്ടാകും. അത് ഖൊമേനി അവിടെ നിന്ന് ഒഴിവാകാൻ തയ്യാറാകുന്നില്ലെന്നുണ്ടെങ്കിൽ ഖൊമേനിയെ ബലം പ്രയോഗിച്ച് നീക്കും. ഇതിനകത്ത് രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാരും മലയാളികളൊക്കെ ജോലി ചെയ്യുന്ന മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുണ്ട്. അതായത് UAE ഉണ്ട്, സൗദി ഉണ്ട്, ഖറ്റാറുണ്ട്, ഒമാനുണ്ട്, ബഹ്റിനുണ്ട്, മറ്റുള്ള ഈ രാജ്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു ഷാഡോ നിലനിൽക്കുമ്പോൾ അമേരിക്ക ഇതേപോലൊരു ഫൈറ്റ് സ്ട്രൈക്ക് ചെയ്യുമ്പോൾ അവിടെയുള്ള മലയാളികൾക്കാണെങ്കിൽ ഒന്നാമത് റംസാൻ മാസമാണ്. അതായത് എപ്പോഴും മനസ്സിലാക്കിയുള്ള റംസാൻ മാസത്തിൽ അമേരിക്ക ഹിറ്റ് ചെയ്യാറുണ്ട്. അതിന് പ്രത്യേക കാരണങ്ങളുണ്ട്. കാരണം ഈ പറയുന്ന ഇറാൻ്റെ ഇസ്ലാമിക വിശ്വാസികളായ അവരെല്ലാം നോമ്പെടുക്കുന്ന സമയമാണ്. കാരണം അധികം പട്ടിണിയൊക്കെ കിടക്കുന്ന സമയമാണ്. കാരണം ഇന്നും അവർക്ക് ഈ വാറിൻ്റെ ഫിലോസഫി മനസ്സിലായിട്ടില്ല, ആഹാരവും വാറും തമ്മിൽ എന്താ ബന്ധം എന്നുള്ളത്. ഇതിന് ഒത്തിരി വ്യത്യാസമുണ്ട്. വെള്ളം പോലും കുടിക്കാൻ പറ്റത്തില്ല. എപ്പോഴും ഈ മിഡിൽ ഈസ്റ്റ് വാറിൽ അമേരിക്ക ഇന്റർവീൻ ചെയ്തേക്കുന്ന എല്ലാം ഇവരുടെ പുണ്യമാസങ്ങളിലാണ്. കാരണം വെള്ളം പോലും കുടിക്കാൻ പറ്റത്തില്ല. സീ ദ ചേഞ്ച്. കാരണം അവരത് മാക്സിമം മുതലാക്കുകയാണ്. അപ്പം ഈ സംഭവം റീജിയണൽ വാർ ആകുമെന്നാണ് ഖൊമൈനി പറയുന്നത്. അതിനോട് ഏത് രീതിയിലാണ് ഷിജുവിൻ്റെ അഭിപ്രായം? അതിനെ നമ്മൾ ഇന്ന് കാണുന്ന ട്രംപിന്റെ ഈ ബോർഡ് ഓഫ് പീസുമായിട്ട് ചേർത്ത് വായിക്കണം. അതിലേക്ക് വരാം. അതിനു മുമ്പ് ഒരു റീജിയണൽ വരാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് മാത്രമല്ല, ഒരു പക്ഷേ റീജിയനിലെ മറ്റ് രാജ്യങ്ങളെ ആക്രമിക്കാൻ അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു അറ്റംപ്റ്റെങ്കിലും ഇറാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൂടാന്നില്ല. അപ്പൊ ചെറിയ ഡാമേജ് ഉണ്ടാക്കാൻ പറ്റും. പക്ഷെങ്കിൽ ഈ ഒരു വിഷയത്തിനകത്ത് ഒരു ഇസ്ലാമിക കൺട്രികളുടെ ഒരു സപ്പോർട്ട് എന്ന് പറയുന്ന ഒരു ഹ്യൂജ് സപ്പോർട്ട് ട്രംപ് നേടിയിട്ടുണ്ട്. അതായത് അതാണ് ഈ ബോർഡ് ഓഫ് പീസിന്റെ ഒരു പ്രത്യേകതയുടെ അതിലേക്ക് വരാം. ബോർഡ് ഓഫ് പീസ് എന്ന് പറയുന്നത് ഗാസയ്ക്കെതിരെ അതൊരു യുണൈറ്റഡ് നേഷന്റെ ഒരു സെക്യൂരിറ്റി കൗൺസിലിന്റെ റെസൊല്യൂഷന്റെ ഭാഗമായിട്ടാണ് ട്രംപിന്റെ ഒരു അഭിപ്രായത്തിനോട് യോജിച്ചവർ അനുവദിച്ചതെങ്കിലും
60ഓളം രാജ്യങ്ങളെ ഇതിലേക്ക് ക്ഷണിച്ചു. ഇപ്പൊ നമ്മൾ ഇവിടെ ഡാവോസ് വെച്ച് കാണുന്നുണ്ട് ആദ്യം ചാർട്ടർ സൈൻ ചെയ്യുമ്പോൾ. പക്ഷെ 19 രാജ്യങ്ങളെ സൈൻ ചെയ്തത്. അപ്പൊ 19 രാജ്യങ്ങൾ സൈൻ ചെയ്തപ്പോൾ ലോകത്തിന് മുമ്പിൽ ഒരു ധാരണ എന്ന് പറയുന്നത് ബോർഡ് ഓഫ് പീസ് വളരെ വീക്ക് ആണെന്നുള്ളതും നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള അമേരിക്കയുടെ അലൈസ് ആയിട്ടുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് ഫ്രാൻസ്, ജർമ്മനി, UK ഒന്നും സൈൻ ചെയ്തിട്ടില്ല. ഇറ്റലിക്ക് സൈൻ ചെയ്യാൻ കോൺസ്റ്റിറ്റ്യൂഷണൽ ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയിച്ചു. വത്തിക്കാൻ കഴിഞ്ഞ ദിവസം സൈൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ കുറച്ച് ഒരു എലീറ്റ് ക്ലാസ് നമ്മൾ കരുതുന്ന ഒരു ഭാഗം മാറി നിൽക്കുമ്പോൾ ഒരു ജനറൽ ധാരണ എന്ന് പറയുന്നത് ഇതിനകത്ത് ഒരു പ്രധാന വ്യക്തികളുടെ പങ്കാളിത്തം ഇല്ലെന്നുള്ളതാണ്. നമ്മൾ സൂക്ഷിച്ചൊന്ന് ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ ട്രംപ് പ്രധാനമായിട്ട് ഒഴിവാക്കുക മാത്രമല്ല, ഒപ്പിടാമെന്ന് പറഞ്ഞ കാനഡയിലേക്ക് പറഞ്ഞു യു ആർ അൺഇൻവൈറ്റഡ്, നിങ്ങൾക്ക് ക്ഷണമില്ലെന്ന് പറഞ്ഞു. കാര്യം ചൈനയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം തീർച്ചയായിട്ടും. പക്ഷേ ഈ ഒപ്പിട്ടിരിക്കുന്ന 15 രാജ്യങ്ങൾ നോക്കുകയാണെങ്കിൽ മാത്യു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞാൽ ഏകദേശം ഇതിനകത്ത് ഇപ്പൊ നമ്മൾ പറയാം ഇന്തോനേഷ്യ, പാകിസ്ഥാൻ, അല്ലെങ്കിൽ ഈജിപ്റ്റ്, ടർക്കി ഇങ്ങനെ തുടങ്ങിയ രാജ്യങ്ങളെ നമ്മൾ കണക്ക് നോക്കുമ്പോൾ സൗദി അറേബ്യ ഉൾപ്പെടെ നോക്കുമ്പോഴത്തേക്കും 900 ബില്യൺ അടുത്ത മുസ്ലിം പോപ്പുലേഷൻ. അതായത് 1.62 ബില്യൺ വേൾഡ് മുസ്ലിം പോപ്പുലേഷൻ ഉള്ളപ്പോൾ ഏകദേശം 1 ബില്യണോളം പോപ്പുലേഷനകത്തുണ്ട്. അതെന്ന് പറയുന്നത് ഏകദേശം 55-60% മുസ്ലിം വേൾഡ് ആണത്. അതിന് പുറമെ ബംഗ്ലാദേശ് സൈൻ ചെയ്തിട്ടില്ല. അത് സൈൻ ചെയ്യാനുള്ള കാരണം ഒരുപക്ഷെ ഇന്ത്യയും ഗവൺമെന്റിനെ കൊണ്ട് സൈൻ ചെയ്യണ്ട എന്ന് കരുതിയാവാം. അവിടെ ഒരു 150 മില്യൺ ആൾക്കാരുണ്ട്. ഇന്ത്യ സൈൻ ചെയ്യും, സൈൻ ചെയ്തില്ലെങ്കിൽ ട്രേഡ് സൈൻ ചെയ്യത്തില്ല. ഒരു 250 മില്യൺ അവിടെ നിന്ന് വരും. ഇതെല്ലാം കൂടെ 1.5 ബില്യണോളം മുസ്ലിം പോപ്പുലേഷൻ, അതായത് 1.6 അല്ലെങ്കിൽ 1.82 ബില്യൺ ഉള്ള പോപ്പുലേഷനകത്ത് 70-75% മുസ്ലിം പോപ്പുലേഷൻ മാത്രമാണ് ഇതിനകത്തുള്ളത്. ഇതിനൊരു പ്രത്യേകതയുണ്ട്. കാര്യം ബാക്കിയുള്ള ഇപ്പം അഫ്ഗാനിസ്ഥാൻ അല്ലെങ്കിൽ സിറിയ അല്ലെങ്കിൽ ഇതുപോലുള്ള യമൻ പോലുള്ള രാജ്യങ്ങളെ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പം ഒരു കണക്കിന് പറഞ്ഞാൽ 100% സിവിലൈസ്ഡ് മുസ്ലിം പോപ്പുലേഷൻ ആണ് ഈ ബോർഡ് ഓഫ് പീസിനകത്തുള്ളത്. ബോർഡ് ഓഫ് പീസ് സ്ട്രക്ചർ ചെയ്ത് നോക്കുക. ട്രംപ് ചെയർമാൻ, ട്രംപ് നിശ്ചയിക്കും ആരായിരിക്കണം അടുത്ത അനന്തരാവകാശം നിശ്ചയിക്കും. വീറ്റോ ചെയ്യാനുള്ള അവകാശമുണ്ട്. ഇതിനകത്ത് വരുന്നത് മാർക്കോ റൂബിയോ, JD വാൻസിന്റെ ലീഡർഷിപ്പിനെ കണ്ടില്ലെങ്കിൽ ഇന്നത്തെ മീറ്റിംഗിനകത്ത് JD വാൻസിനെ കണ്ടു. പിന്നെ ജെറഡ് കുഷ്ണർ, ട്രംപിന്റെ മരുമകൻ, സ്റ്റീവ് വിറ്റ്കോഫ്, ഇതുകൂടാതെ ടോണി ബ്ലെയർ, ഇത്രയും പേരാണ്. പിന്നെ വേൾഡ് ബാങ്കിന്റെ പ്രസിഡന്റ് ഉണ്ട്, ഒരു ഇൻവെസ്റ്റ്മെന്റ് ആളുമുണ്ട്. അപ്പൊ ഇവരാണ് ഇതിന്റെ ബോർഡ് എന്ന് പറയുന്നത്. ഇതിലേക്ക് ഈ പറയുന്ന മുസ്ലിം വേൾഡ് മുഴുവൻ വരുമ്പോൾ എന്റെ ഒരു കാഴ്ചപ്പാടെന്ന് അല്ല, അതിന്റെ ഒരു പോയിന്റ് ഉണ്ട്. എവിടെ പോയി UN? എവിടെ പോയി? അതിലേക്ക് വരാം. UN എവിടെ പോയി? ഇന്നത്തെ അല്ലല്ല ഷിജു, അതാണ് കീ പോയിന്റ് എന്ന് പറയും. UN എവിടെ പോയി? ഇന്നത്തെ പ്രധാന സംഭാഷണം നിലനിൽക്കുന്ന ഒരു ഇന്റർനാഷണൽ ബോഡിക്ക് ലോകത്ത് സമാധാനം കൊണ്ടുവരാൻ കഴിയുന്നില്ല. യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിലിന് ഗാസയിലാകട്ടെ, കൊസോവിലാകട്ടെ, ഈ പറയുന്ന കോങ്കോയിലാവട്ടെ, ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലാകട്ടെ, യുക്രൈൻ റഷ്യക്കകത്താകട്ടെ ഒരു പങ്കുമില്ല. കുറെ റെസൊല്യൂഷൻ പാസ്സാക്കുന്നതല്ലാതെ ഇതിന് യാതൊരു എഫക്റ്റും ഇല്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ബോർഡ് ഓഫ് പീസ് ഉണ്ടാക്കിയതും. ഇതിന്റെ ആർക്കിടെക്ട് എന്ന് പറയുന്നത് ഏബ്രഹാം അക്കോർഡിന്റെ ആർക്കിടെക്ട് ആയിരുന്ന ജെറാഡ് കുഷ്ണർ തന്നെയാണ്. അവരാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇപ്പൊ ഞാൻ പറയാൻ യൂസ് ചെയ്യുന്നത് വേറെ പ്രധാനപ്പെട്ട പോയിന്റ് ഷിജു പറഞ്ഞ ഇതിനകത്ത് ഞാനിത് കീ ആയിട്ട് കാണുന്നത്, എന്തുകൊണ്ടാണ് അമേരിക്കൻ പ്രസിഡന്റുമാരുടെ ചരിത്രത്തിൽ ആർക്കുമില്ലാത്തൊരു പിന്തുണ ഈ പറയുന്ന നമ്മൾ ഈ ഇന്ത്യക്കാരും നമ്മളെല്ലാം പറയുന്നത് പൊട്ടൻ ട്രംപ് എന്ന് പറഞ്ഞാലും ഈ പറയുന്ന ഇസ്ലാമിക രാജ്യങ്ങളെല്ലാം അയാളുടെ പുറകെ നിൽക്കുക. അയാളാണെങ്കിൽ 100% ഇസ്രായേലിന്റെ കൂടെ നിൽക്കുക. ഇതുപോലൊന്നും അമേരിക്കയുടെ ചരിത്രത്തിൽ ഒരു പ്രസിഡന്റുമാരും പെരുമാറിയിട്ടില്ല. എന്നിട്ട് പോലും അയാളുടെ കൂടാണ് ഇസ്ലാമിക രാജ്യങ്ങൾ, ഇൻക്ലൂഡിങ് പാകിസ്ഥാൻ. ട്രംപിനൊരു അമേസിംഗ് ആയിട്ട് ഒരു ഡീല് എൻട്രി ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. ഒരു പക്ഷേ ഫോഴ്സിലാവാം, കുറച്ച് വിഡ്രോ ചെയ്തിട്ടാവാം, വീണ്ടും ആവർത്തിച്ചൊക്കെ ആകാം. പക്ഷെ ഞാൻ ഈ പറഞ്ഞതിലേക്ക് വരികയാണെങ്കിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ഇസ്ലാമിക രാജ്യങ്ങളുടെ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് OIC എന്ന് പറയുന്നത് ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കമ്മിറ്റി എന്ന് പറഞ്ഞൊരു ജിദ്ദ ബേസ്ഡ് ആയിട്ട് 57 രാജ്യങ്ങളുടെ ഓർഗനൈസേഷൻ ഉണ്ട്. അതൊരു റിലീജിയസ് ഓർഗനൈസേഷനാണ്. അപ്പൊ അതിനകത്ത് എന്തെങ്കിലും ഇപ്പൊ അൽ-ഖയ്ദ ആകട്ടെ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ബോക്കോ ഹറാം ആവട്ടെ, ഇങ്ങനെയുള്ള പ്രസ്ഥാനങ്ങൾക്കൊക്കെ
അതിനകത്തൊരു സ്റ്റാൻഡ് ഉണ്ട്. കാരണം അവരുടെ ഒരു ഇന്റർപ്രിട്ടേഷന്റെ ഭാഗമായിട്ട് അവരവർ ചെയ്യുന്ന കാര്യങ്ങൾ അതൊക്കെ അവരുടെ റിലീജിയന്റെ ഭാഗമാണ്, അവരുടെ സ്ക്രിപ്ചറിനകത്തും അവരുടെ പുസ്തകത്തിനകത്തും ഉള്ളത്. അപ്പൊ അവരുടെ ഒപ്പീനിയൻ മാത്രമാണ്. അപ്പൊ അതിനെ നിയന്ത്രിക്കാൻ മറ്റൊരാൾ കഴിയത്തില്ല. അതുകൊണ്ടാണ് ഇത്രമാത്രം ഛിന്ന ഭിന്നമായിട്ടുള്ള മുസ്ലിം ലോകം. എന്റെ അഭിപ്രായത്തിൽ പറയും, കടന്ന വാക്കാണെങ്കിൽ പോലും മുഹമ്മദ് നബിക്ക് ശേഷം ഇസ്ലാമിക വേൾഡിനെ ഇതുപോലെ ഒരുമിച്ച് ഒരു ഒരു സെക്കുലർ കൊടക്കീഴിൽ കൊണ്ടുവന്നിട്ടുള്ള വേറൊരു നേതാവില്ല. അതാണ് അതിലോട്ട് ഞാൻ പറയുന്നത്. കാരണം അതിന് ഇത് മുഴുവൻ ട്രംപിന്റെ ഘാതമത്തിലായി. വല്ലാത്തൊരു അച്ചീവ്മെന്റ് ഈ സംഭവം ഇത്. കാരണം എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളും ഒരു കൊടക്കീഴിൽ ട്രംപ്, അത് ഏറ്റവും കൂടുതൽ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാള്, ഏറ്റവും കൂടുതൽ ഇസ്ലാമിക രാജ്യങ്ങളെ കൊണ്ട് ബോംബെടുത്ത രാജ്യം, അതിന്റെ പുറകെ നിൽക്കുന്ന ട്രംപിനാണ് ഈ പറയുന്ന ഇസ്ലാമിക രാജ്യങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത്. അതാണ് ഈ പാരഡോക്സ് എന്ന് പറയുന്നത്. അതാണ് ഏറ്റവും വലിയ വിരോധാഭാസം. ആണെന്ന് മാത്രമല്ല, ഈ സെക്യൂരിറ്റി കൗൺസിൽ അഡോപ്റ്റ് ചെയ്തൊരു റെസൊല്യൂഷനാണിത്. 2803 UN സെക്യൂരിറ്റി കൗൺസിൽ അഡോപ്റ്റ് ചെയ്തൊരു റെസൊല്യൂഷനാണ്. ഇതിനകത്ത് ട്രംപിന് കൊടുത്തിട്ടുള്ള ഈ ട്രംപ് പ്രസന്റ് ചെയ്ത ഗാസയിലെ 20 പദ്ധതിയെ നടപ്പാക്കാൻ വേണ്ടിയാണ് ഈ ബോർഡ് ഓഫ് പീസ് ഉണ്ടാക്കാൻ അനുവദിച്ചത്. നിയമപരമായിട്ട് സ്റ്റാൻഡ് ഉണ്ട്. ഇതിനകത്തൊരു ട്രാൻസിഷൻ അഡ്മിനിസ്ട്രേഷൻ ആണ്. അതായത് ഈ തൽക്കാലം അധികാരം കൈമാറാൻ വേണ്ടി വരെയുള്ള ഒരു അഡ്മിനിസ്ട്രേഷൻ ആണെങ്കിലും ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തപ്പോഴ് ഇതാ സെക്യൂരിറ്റി കൗൺസിൽ അനുവദിച്ചതാണെങ്കിലും ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത് തൽക്കാലത്തെ ഗാസയ്ക്ക് വേണ്ടിയല്ല. കാരണം ഈ ബോർഡ് ഓഫ് പീസിന്റെ ചാർട്ടറിനകത്ത് ഗാസ എന്നൊരു വാക്കേ ഇല്ല. ഇന്റർനാഷണൽ പീസ് ഓർഗനൈസേഷൻ എന്നാണ് പറയുന്നത്. അതായത് ഗാസ ഇല്ലാതായി. ഇതാണ് ഗാസ ഇല്ല. അപ്പം ഗാസ എന്ന് പറയുന്ന ഒരു പദ്ധതി മാത്രമാണ്. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി കൗൺസിലിന്റെ പാരലായിട്ട് യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി കൗൺസിലിൽ ശക്തമായിട്ടുള്ള ഒരു ലോകത്തെ ഒരു ഡിപ്ലോമസിയും പീസും എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഓർഗനൈസേഷനാണ് ബോർഡ് ഓഫ് പീസ്. അതിന് ശക്തി കാണാതെ പോകരുത്. മുൻപ് ലീഗ് ഓഫ് നേഷൻ മാറി യുണൈറ്റഡ് നേഷൻ ഉണ്ടായതുപോലെ യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിൽ വെറുതെ അഭിപ്രായം പാസ്സാക്കുന്നതും പ്രമേയം പാസ്സാക്കുന്ന ഒരു പ്രസ്ഥാനമാകുമ്പോൾ ഇതെന്ന് പറയുന്നത് ഇസ്ലാമിക ലോകത്ത് നിയമം നടപ്പാക്കുന്ന ശക്തിയുള്ള ഒരു പ്രസ്ഥാനമായിട്ട് മാറുകയാണ്. ഇതിനൊരു ഫോഴ്സ് ഉണ്ട്. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി ഒരു സ്ട്രാറ്റജിക് ISF ഒരു സ്ട്രാറ്റജിക് ഫോഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അമേരിക്കൻ ഒരു കമാൻഡറുടെ നിയന്ത്രണത്തിലും ഡെപ്യൂട്ടി കമാൻഡറായിട്ട് വന്നേക്കുന്നത് ഇന്തോനേഷ്യ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്റർനാഷണൽ സ്റ്റെറിലൈസേഷൻ ഫോഴ്സ് അതിനകത്ത് ഏറ്റവും തമാശ എന്ന് പറഞ്ഞ് ഇംപ്ലിമെന്റ് ചെയ്യേണ്ട പാകിസ്ഥാൻ ഇത് ചെയ്യും. അതാണ് അതിന്റെ തമാശ എന്ന് പറയുന്നത്. പാകിസ്ഥാൻ പോയി ഇംപ്ലിമെന്റ് ചെയ്യണം. ഇസ്ലാമിക രാജ്യങ്ങളെ കൊണ്ട് ഇത് ഇംപ്ലിമെന്റ് ചെയ്യിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇറാനെ വരുമ്പോൾ ഒരു പ്രത്യേക നമ്മൾ തിരിച്ചു വരുന്ന ഇറാന്റെ കാര്യത്തിൽ നോക്കുക. ഇറാന്റെ കാര്യത്തില് അമേരിക്ക എന്ത് തീരുമാനമെടുത്താലും ഇന്നിപ്പോ ഉച്ച കഴിഞ്ഞ് ഇന്ന് ശേഷം നമ്മൾ ലോകം കാണുന്നതെന്ന് പറയുന്നത് ഇസ്ലാമിക ലോകത്തെ മേജർ രാജ്യങ്ങളെല്ലാം വിളിച്ചിരുത്തി ബോർഡ് ഓഫ് പീസിന്റെ സംഭാഷണവും ഗാസ ബിൽഡ് ചെയ്യുന്നതിനാണെന്നും അതിന്റെ പടവും മാപ്പും കാണിക്കുന്നതായിരിക്കും വാർത്തയെങ്കിലും ഇന്ന് ഉച്ചയ്ക്ക് ശേഷമുള്ള സംസാരം എന്ന് പറയുന്നത് ഇറാനെ അറ്റാക്ക് ചെയ്യും, കാണങ്ങരുതെന്നായിരിക്കും പറയുന്നത്. ഇസ്ലാമിക ലോകത്ത് മുഴുവൻ ഇറാനിൽ നിന്ന് ഒറ്റപ്പെടുത്തുക. അതാണ് എപ്പോഴും കാണുന്നത്. മുമ്പിൽ കാണുന്നതല്ല, പുറകിൽ മറ്റൊരു സംഭവം നടക്കുവാണ്. അതെ, അതാണ്. അതല്ലാതെ ഇന്നിപ്പോ കാണിച്ച പോലെ പവർ പോയിന്റ് പ്രസന്റേഷൻ കാണിക്കാൻ വേണ്ടി ബ്രിട്ടനിലെ ബഹ്റിനിലെ രാജാവിനെയും ഖത്തറിലെ പ്രൈം മിനിസ്റ്ററെയും ഒന്നും വരുത്തേണ്ട ആവശ്യമില്ല. അപ്പൊ ശരിക്കും സംഭവിക്കുന്നതെന്ന് പറയുന്നത് ഇറാന്റെ ഒരു കടന്നുകയറ്റം ഉണ്ടാകും. അതുവഴി ഖൊമൈനിയെ അവിടുന്ന് ഒഴിവാക്കും. കഴിവതും ഖൊമൈനിയെ ഒരുപക്ഷെ അറ്റാക്ക് ചെയ്ത് ഒരു സിമ്പതി ക്രിയേറ്റ് ചെയ്യാതെ ഒഴിവാക്കാനായിരിക്കും അവർ ശ്രമിക്കുന്നതെങ്കിലും ഉറപ്പായിട്ടും ഈ വരുന്ന 7 ദിവസത്തിനകം ഇറാൻ എന്ന് പറയുന്നത് വീണ്ടും ഇറാന്റെ ഓയിലും അമേരിക്കയുടെ കയ്യിലേക്ക് വരിക. ഇതിനകത്ത് വേറെ സംഭവം ഞാൻ കണ്ടു. കാരണം ട്രംപ് അഡ്മിനിസ്ട്രേഷൻ വന്ന ശേഷം ഇത്രമാത്രം യൂറോപ്പിനെ ഐസൊലേറ്റ് ചെയ്ത് സൈഡ് ലൈൻ ചെയ്തൊരു കാലഘട്ടം നമ്മളിപ്പോൾ ഡീക്കേഡ് എടുത്തു കഴിഞ്ഞാൽ അമേരിക്കയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ഇല്ല. ഫ്രാൻസ് എവിടെ പോയി ജർമ്മനി, UK എവിടെ പോയി? ഇവർക്കൊന്നും വോയിസ് ഇല്ലാതായി ബേസിക്കലി. ബോർഡ് ഓഫ് പീസിൽ ഇവര് വേണ്ടെന്നാണ് ട്രംപിന്റെ അഭിപ്രായം. അതെ, ഇവരെ ഒഴിവാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇവരെ ഒരു കാരണവശാലും നമ്മളിപ്പം പേരിന് വേണ്ടി ക്ഷണിക്കുന്ന പോലൊരു ക്ഷണം മാത്രമേ ഉള്ളൂ. അതിന് പുറമെ പറഞ്ഞു $1 ബില്യൺ തരണം. യുണൈറ്റഡ് നേഷന്റെ ഈ റെസൊല്യൂഷനകത്ത് പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ കാലാവധി എന്ന് പറയുന്നത് ഡിസംബർ 31, 2027 വരെയാണ്. അതായത് 1 വർഷം അല്ലെ 1.5 വർഷം. പക്ഷെ ഒരു ചോദ്യമുണ്ട്, ഈ 1.5 വർഷം കാലാവധിയുള്ള ഒരു ബോർഡിന് വേണ്ടി എങ്ങനെയാണ് ഒരു പെർമനന്റ് മെമ്പർഷിപ്പ് $1 ബില്യൺ പെർമനന്റ് മെമ്പർഷിപ്പ് വരുമെന്ന് ട്രംപ് പറയുന്നത്? ഇതൊരു പെർമനന്റ് ഓർഗനൈസേഷനാണ്.
ഇന്നത്തെ പ്രസന്റേഷനകത്ത് പറയുന്നു ഗാസയുടെ പ്രശ്നം തീർക്കാൻ ഗാസയുടെ ഓണർ അഡ്മിനിസ്ട്രേഷൻ ഹാൻഡ് ഓവർ ചെയ്യുന്നതിന് 10 വർഷം എടുക്കും അത്ര. അതുവരെ ഈ ഇസ്ലാമിക ലോകത്തെ അടക്കി ഭരിക്കാൻ പോകുന്ന ഒരു അല്പം സറ്റേറിക്കലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമിക ലോകത്തിന്റെ അല്ലെങ്കിൽ ഇസ്ലാം വേൾഡിന്റെ ഒരു ഗ്രാൻഡ് ഇമാമായിട്ട് മാറിയിരിക്കുകയാണ് ട്രംപ്. അല്ല, ഇത് മറ്റൊരു അബ്രഹാം അക്കോർഡാണ് ഇത് ബേസിക്കലി. അതെ അതെ, അബ്രഹാം അക്കോർഡിന്റെ ഇതിന്റെ ആർക്കിടെക്ട് തന്നെയാണല്ലോ ഇതിന്റെയും പിമ്പിലുള്ളത്. ഭയങ്കരമായിട്ട് നല്ല ട്രംപ് പറയുന്നവരുടെ ഐക്യുവിനെ പറ്റിയാണ് ഒരു വിധത്തിൽ പറഞ്ഞാൽ വളരെ ബുദ്ധിപൂർവമായ ഒരു നീക്കമാണിത്. ഇത് ഒരു പക്ഷേല് നമ്മൾ ട്രംപിനെ എന്ത് പറഞ്ഞാലും അമേരിക്കയുടെ തന്ത്രമെന്ന് പറഞ്ഞാലും ഇസ്ലാമിക ലോകത്ത് ശാശ്വതമായ ഒരു സമാധാനം കൊണ്ടുവരുന്ന ഒരു നടപടിയാണ് ഈ ബോർഡ് ഓഫ് പീസ്. ഇതിനകത്ത് നിന്ന് ഒരു മെമ്പറും വിട്ടുപോകത്തില്ല. കാര്യം അമേരിക്കയെ പണക്കാരുടെ തയ്യാറാകത്തില്ല. വിട്ടുപോയി കഴിഞ്ഞാൽ അമീർ അല്ലാതാകുമെന്ന് എല്ലാവർക്കും അറിയാം. അതാണ് അത് വിട്ടുപോകത്തില്ല. രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് ഇവരുടെ നിയന്ത്രണത്തിന് ഇവർ പറയുന്നത് കേട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് യുണൈറ്റഡ് നേഷൻ ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ യാതൊരു മാർഗവും ഇല്ല. പക്ഷെ അമേരിക്കയെ സംബന്ധിച്ചതല്ല, ഇത് കേട്ടില്ല എന്നുണ്ടെങ്കിൽ അമേരിക്ക തോക്കുമായി പുറകെ വരും. ഇതിനകത്ത് ഒരു ഭയപ്പെടാൻ നമ്മൾ പറഞ്ഞു പോകുമ്പോൾ ഇറാൻ അല്ലെങ്കിൽ ബോർഡ് ഓഫ് പീസ് കൊസോവോയും ഖത്തറും ഒക്കെ പറഞ്ഞു പോകുമ്പം ഇതിനകത്ത് ഭയപ്പെടേണ്ട ഒരു വിഷയമുണ്ട് ഇന്ത്യക്ക്. അതായത് ഇസ്ലാമിക ലോകത്ത് സമാധാനം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് പോലെ തന്നെ ഇസ്ലാമിക ലോകത്തിന്റെ പരാതികളെ കേൾക്കാനുമുള്ള ഒരു പ്ലാറ്റ്ഫോം ആകും ഈ ബോർഡ് ഓഫ് പീസ്. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ നിർബന്ധമായിട്ട് സൈൻ ചെയ്യണം. ഇന്ത്യ സൈൻ ചെയ്തില്ലെങ്കിൽ നമുക്ക് ട്രേഡ് സൈൻ ചെയ്തില്ല. ഇന്ത്യ സൈൻ ചെയ്താൽ മതി, കാരണം ഇന്ത്യ ഓൾറെഡി എഗ്രീഡ് ആണ്. അതെ, കാര്യം ലോകത്തെ 2ാമത്തെ മുസ്ലിം പോപ്പുലേഷനുള്ള സ്ഥലമാണല്ലോ ഇന്ത്യ. സൈൻ ചെയ്യും. പക്ഷെ ചെയ്ത് കഴിയുമ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ ഭാഗത്ത് നിന്ന് അവർക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് പ്രസന്റ് ചെയ്യപ്പെടുകയോ അല്ലെ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് കാശ്മീർ ഇഷ്യൂ റേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യ കാശ്മീർ ഇഷ്യൂ ഒരു റിസോൾവ് ചെയ്യാൻ നിർബന്ധിതമാകുമെന്ന് മാത്രമല്ല തേർഡ് പാർട്ടി നെഗോഷിയേറ്ററെ വെച്ച് ഇത് ചെയ്യത്തില്ലെന്നുള്ള നമ്മുടെ എക്കാലമുള്ള നമ്മുടെ സ്റ്റാൻഡ് മാറ്റിയിട്ട് ബോർഡ് ഓഫ് പീസിന്റെ നിയന്ത്രണത്തിൽ ഇത് ചെയ്യേണ്ടി വന്നില്ലെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതം ഇന്ത്യയാണ്. അല്ല, അതിനേക്കാൾ മറ്റൊരു ഇപ്പൊ ഇന്ത്യയില് പൊതുവെ മറ്റുള്ള ഇസ്ലാമിക രാജ്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി ഇവിടെ മുസ്ലിങ്ങൾക്ക് പ്രശ്നമാണ്, അവരുടെ വീടുകൾ ഇടിച്ചു കളയുന്നു, അത് പ്രശ്നമാണ്, ഇത് പ്രശ്നമാണ്, സംഘ് പരിവാർ അവരെ അറ്റാക്ക് ചെയ്യുന്നു, അവരുടെ പള്ളികൾ ഇടിക്കുന്നു. ഇതൊക്കെ ഫ്യൂച്ചറിൽ ബോർഡ് ഓഫ് പീസിൽ വരാൻ പോവുക. ബോർഡ് ഓഫ് പീസ് ആയിരിക്കും അഡ്മിനിസ്ട്രേഷൻ ബോഡി. കാരണം UN ഇല്ലാതായി. കാരണം ഇതായിരിക്കും ഇത് മുഴുവനും നിയന്ത്രിക്കുന്നത്. ഇതൊരു മോണിറ്ററിംഗ് ബോഡി ആയിരിക്കും. കാരണം അവിടെ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ വി ഹാവ് ടു ഫോളോ. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ബോർഡ് ഓഫ് പീസിനകത്തുണ്ടാകുന്ന ഏറ്റവും വലിയ നഷ്ടം എന്ന് പറയുന്നത് ഈ പറയുന്ന ഈ ഹമാസിനാണ്. ഹമാസിന് യാതൊരു സ്ഥാനവും ഇല്ല. ഗാസയ്ക്കകത്തൊരു വിഷയമുണ്ട്, അതിന്റെ ചാർട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അതായത് ആ മെഡിറ്ററേനിയൻ സ്ട്രിപ്പ് മുഴുവനും ഹോട്ടലുകളും റിസോർട്ടുകളും, അവിടെ 180ഓളം റിസോർട്ടുകൾ, അത് ഈ മെമ്പർ രാജ്യങ്ങൾക്ക് വേണ്ടി കൊടുക്കും. അപ്പൊ വരുമ്പോഴത്തേക്ക് അതൊരു ലാസ് വേഗസ് പോലെ ആകും. അതിന്റെ പുറയിലാണ് ഈ ഗാസൻസിനെ താമസിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ അതിന്റെ നിയന്ത്രണം എന്ന് പറയുന്നത് അവിടുത്തെ പോലീസ് എന്ന് പറയുന്നത് ഗാസയിൽ തന്നെ റിക്രൂട്ട് ചെയ്യപ്പെടുന്ന പോലീസുണ്ട്. കൂടാതെ ഈ മെമ്പർ നേഷൻസ് ആയിരിക്കും ഇവിടുത്തെ പോലീസിങ് നടത്തുന്നത്. അപ്പോൾ ഇവിടത്തേക്കും ശാശ്വതമായ സമാധാനം ഇസ്രായേൽ ഉണ്ടാവുമെന്ന് മാത്രമല്ല, മറ്റു രാജ്യങ്ങൾക്ക് ഉണ്ടാവുമെന്ന് മാത്രമല്ല, ഇവിടെ ഫ്ലറിഷ് ചെയ്യുകയും ചെയ്യും. ഇതിനകത്ത് വെസ്റ്റ് ബാങ്കിനെ പറ്റി വല്ലതും പറയുന്നുണ്ട്? വെസ്റ്റ് ബാങ്കിനെ പറ്റി സംസാരിക്കുന്നില്ല. വെസ്റ്റ് ബാങ്ക് ഒരു വിഷയമായിട്ട് ഭാവി വന്നേക്കാം. പക്ഷെ ഇപ്പൊ വെസ്റ്റ് ബാങ്കിൽ നിന്ന് മാത്രമല്ല, പാലസ്തീൻ അതോറിറ്റിക്ക് ഈ പറയുന്ന പോലെ വെസ്റ്റ് ബാങ്കിന്റെ മുഹമ്മദ് അബ്ബാസിനൊന്നും ഒരു സ്ഥാനവുമില്ല. നേരത്തെ ഉണ്ടായിരുന്ന ലീഡറിനെ മാത്രമേ അതിനകത്ത് കൊണ്ടുവന്നിട്ടുള്ളൂ. അപ്പൊ ഇപ്പൊ ഗാസയുടെ പ്രശ്നം അങ്ങനെ തീരുമ്പോ ഒരുപക്ഷെ ഗാസൻസിന്, അവിടുത്തെ, ഞാൻ പലസ്തീൻസ് എന്ന് പറയുന്നില്ല, ഗാസയിൽ താമസിക്കുന്ന മനുഷ്യർക്ക് നല്ലൊരു ഭാവി ഉണ്ടാകും, ശേഷിക്കുന്ന മനുഷ്യർക്ക് നല്ലൊരു ഭാവി ഉണ്ടാവും, ഒരു സംശയവുമില്ല. അത് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ ഏറ്റവും വലിയ ലോസ് വരാൻ പോകുന്നത് ഇന്ത്യക്കായിരിക്കും. കാര്യം ഇസ്ലാമിക ലോകത്തിന്റെ ഒരു കമ്പൈൻഡ് പ്രഷർ ഇന്ത്യയുടെ മേലുണ്ടാകും. ഇന്ത്യ നമ്മുടെ നയങ്ങൾ മാറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പലപ്പോഴും ഇന്ത്യക്ക് പുറത്ത് ഇന്ത്യയുടെ ഒരു മുസ്ലിമിനോടോ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളോ ഉള്ള ഒരു തീവ്ര ഹിന്ദുത്വത്തിന്റെ നിലപാടെന്ന് പറയുന്നത് ഒട്ടും ശോഭനമായിട്ടുള്ള വിഷയമല്ല. അപ്പൊ അതൊരു വിഷയമായി വരാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനൊക്കത്തില്ല. ഓക്കെ, ഇത് നമുക്ക് വേറെ ടോപ്പിക്ക് സംസാരിക്കുന്ന ടോപ്പിക്കാണ്. ഇതിപ്പോൾ ഞാൻ അടുത്ത ചോദ്യം, ഇപ്പം ഇറാൻ്റെ ഓയിൽ
അതായത് ചൈനീസ് എക്കോണമി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 2 ആഴ്ച കൊണ്ട് എക്കണോമിസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നു, മറ്റുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യും, ചൈനീസ് റിയൽ എസ്റ്റേറ്റ് തകർന്ന് തരിപ്പണമായി. അതേപോലെ തന്നെ എംപ്ലോയ്മെൻറ്റ് അത് ഭയങ്കരമായിട്ട് കൂടുന്നു. സർപ്ലസ് അവർ എക്സ്പോർട്ടിൽ കാണിച്ചെങ്കിൽ തന്നെ അത് ചൈനയുടെ എക്കോണമി മോശമാണെന്ന് ചൈന അഡ്മിറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പം അതേപോലെ നേരെ റിവേഴ്സ് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ അമേരിക്കൻ എക്കോണമി വല്ലാതെ ബൂം ചെയ്യുന്നു. അതായത് ചൈനയിൽ അവിടെ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാർ അവിടെ നിന്ന് പണം വലിച്ച് അമേരിക്കൻ എക്കോണമി കൊണ്ടുപോവാണ് ഈ സംഭവം. അല്ല വേറെ സംഭവമൊന്നും ഉണ്ടായിട്ടില്ല. ഇന്ത്യയെന്നും അതേപോലെ ഔട്ട്ഫ്ലോ ഭയങ്കരമായിട്ട് പോകുന്നു. ഇത് ചിലപ്പോൾ അമേരിക്കൻ എക്കോണമിയിലോട്ടാണ് പോകുന്നത്. അപ്പം ഈ പറയുന്ന ഇറാൻ പിടിക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും ഗ്ലോബൽ എക്കോണമിയിൽ, ഗ്ലോബൽ എനർജി എക്കോണമിയിൽ, ജിയോ പൊളിറ്റിക് എനർജി എക്കോണമിയിൽ ഇതെങ്ങനെയാണ് സ്വാധീനിക്കാൻ പോകുന്നത്? അത് ശരിക്കും ഇറാൻ പിടിക്കുകയാണെങ്കിൽ എന്നൊരു ചോദ്യം ഉദിക്കുന്നില്ല. ഇറാൻ നിർബന്ധമായിട്ടും നിശ്ചയമായിട്ടും പിടിച്ചിരിക്കും. ഈ ഒരു അവസരം ഒരു കാരണവശാലും അമേരിക്ക പാഴാക്കത്തില്ല. ഒരു സഖ്യരാജ്യങ്ങളില്ലാതെ അമേരിക്ക നേരിട്ടാണ് ചെയ്യുന്നുള്ളത് കൊണ്ട് തന്നെ ഇറാന്റെ പരിപൂർണമായ നിയന്ത്രണവും ഇറാന്റെ എണ്ണയും ഇറാന്റെ ഓയിലും അമേരിക്കയുടെ നിയന്ത്രണത്തിന് കീഴിൽ വരും. അപ്പൊ നമ്മൾ മുമ്പ് ഒരു ദിവസം സംസാരിച്ച് തന്നെ അത് നോക്കുക, ലോകത്തിന്റെ മുഴുവൻ എണ്ണ ഏകദേശം 90% ഓയിൽ റിസർവ്സ് എന്ന് പറയുന്നത് അമേരിക്കയുടെ കയ്യിലേക്കാണ് വരുന്നത്, അല്ലെങ്കിൽ അമേരിക്കയുടെ നിയന്ത്രണത്തിലാണ് വരുന്നത്. അതായത് വെനിൻസുല, കാനഡയുടെ ഉൾപ്പെടെ, കാനഡ തീർച്ചയായിട്ടും അമേരിക്ക പറയുന്നപ്പുറത്ത് നിൽക്കാനുള്ള സാധ്യത. സൗദി അറേബ്യ ആവട്ടെ, മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങളാവട്ടെ, അറബ് കൺട്രീസ് ആവട്ടെ, കൂട്ടത്തില് ഇറാനും ഈ പറയുന്ന വെനിൻസുലയും ബാക്കിയുള്ള അമേരിക്കയോട് സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അമേരിക്കയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഓയിൽ പ്രൊഡ്യൂസിങ് രാജ്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 90% ഓയിൽ റിസോഴ്സും അമേരിക്കയുടെ നിയന്ത്രണത്തിലാണ്. ഇത് വന്നു കഴിയുമ്പോഴാണ് ചൈന ഏറ്റവും വലിയ മണ്ഡലത്തിൽ ഒന്നാണ്. ചൈനയെ എന്ന് പറയുന്നത് റേറത്ത് കൺട്രോൾ ചെയ്യാമെങ്കിൽ അമേരിക്കയെ ഭയപ്പെടുത്താമെന്ന് കരുതി അതിനുള്ള പ്രതിവിധിയാണ് ഇപ്പൊ കാണുന്നത്. റേറത്ത് ചൈന നിയന്ത്രിക്കാൻ ശ്രമിക്കുമ്പോൾ, ഓയിൽ അല്ലെങ്കിൽ ഫ്യൂവൽ നിയന്ത്രിക്കുമ്പോൾ ഒരു കാരണവശാലും ഈ പറയുന്ന രാജ്യങ്ങൾക്ക് അമേരിക്കയുടെ അനുമതി കൂടാതെ ഒരു വികസനം ഉണ്ടാകത്തില്ലെന്ന് മാത്രമല്ല, അടിസ്ഥാനപരമായിട്ടുള്ള ഓയിലുകൾ ലഭിക്കത്തില്ല. അതാണ് അമേരിക്കയുടെ തന്ത്രം. അപ്പൊ അമേരിക്ക എവിടെയാണെന്ന് വെച്ചാൽ അമേരിക്കയുടെ തന്ത്രം എന്നാണ്. നമ്മളിപ്പം നാട്ടിലെ മീഡിയ ഒക്കെ നോക്കുകയാണെങ്കിൽ ട്രംപ് വിറയ്ക്കുന്നു, അല്ലെ മോദി പീഡിപ്പിച്ചു എന്നൊക്കെ പറയുമ്പം, അല്ലെ ട്രംപ് മണ്ടനാന്നൊക്കെ പറയുമ്പോൾ, ട്രംപ് ഒരു പക്ഷേല് ഈ സമീപകാലത്ത് അമേരിക്കയിലേക്ക് ഏറ്റവും പ്രഗത്ഭനായ പ്രസിഡന്റാണ്. വളരെ കാൽക്കുലേറ്റീവ് ആയിട്ട് അമേരിക്കയ്ക്ക് വേണ്ടി അങ്ങനെ തന്നെയാണ് പുള്ളി പറയുന്നത്. അമേരിക്ക ഫസ്റ്റ് എന്ന് തന്നെയാണ് പറയുന്നത്. അമേരിക്ക ഫസ്റ്റ് എന്ന് പറയുമ്പം അമേരിക്ക മാത്രം വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും നമുക്ക് ഭയപ്പെടേണ്ടത്. പക്ഷെങ്കിൽ ഇതിനകത്ത് ഇക്കോണമിക്കകത്ത് $20 ട്രില്യൺ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ആദ്യം ആരംഭിച്ചു. ഡിഫൻസിനകത്ത് $1 ട്രില്യൺ ഇൻവെസ്റ്റ് ചെയ്തു. പിന്നീട് വന്നിട്ട് ഈ പറയുന്ന ഫാറ്റ് എല്ലാം, ഇപ്പൊ യുണൈറ്റഡ് നേഷൻ പോലുള്ള അനാവശ്യമായ ചെലവുകളെല്ലാം വെട്ടിക്കുറച്ചു. അത് കഴിഞ്ഞിട്ട് ഒരു ടെറിട്ടറി എക്സ്പാൻഷൻ അത് ആരംഭിച്ചിട്ടുണ്ട്. അതിന് പുറമെ ഈ പറയുന്ന പോലെ ഓയിലിന്റെ നിയന്ത്രണം, എനർജി നിയന്ത്രണം അമേരിക്ക ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. അതിന്റെ പുറമെയാണ് ഇസ്ലാമിക ലോകത്തെ യൂണിഫൈ ചെയ്തിട്ട് അതിന്റെ പോപ്പായിട്ട് മാറുന്നത്. അപ്പോൾ ഒരൊറ്റ കാര്യം, ഇതും കൂടെ നിർത്താം. അതായത് യൂണിപോളാറാണ് ഇനി വരാനുള്ള സമയം. യൂണിപോളാർ വേൾഡ് ആയിരിക്കുമെന്ന് മാത്രമല്ല, അമേരിക്കയ്ക്ക് ബദലായിട്ട് ഒരു ശക്തി ഉണ്ടാകത്തില്ല. മറ്റേ ചൈനയുടെ വിഷയം ചോദിച്ചുകൊണ്ട് മാത്രം പറയാം. ചൈനയിൽ ഉണ്ടാകുന്ന പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഒരു റിയൽ എസ്റ്റേറ്റ് ഇൻഡസ്ട്രിക്കകത്ത് വലിയൊരു തകർച്ച കാണുന്നുണ്ട്. പക്ഷെ അമേരിക്കയുടെ കാണുന്നത് എന്താണ്? അമേരിക്ക കഴിഞ്ഞ ടേമിന്റെ ജോബിന്റെ റിപ്പോർട്ട് വന്നത് 2.5 ഇരട്ടിയാണ്, പ്രതീക്ഷിച്ചതിനേക്കാൾ 2.5 ഇരട്ടിയാണ് എംപ്ലോയ്മെന്റ് വർദ്ധിച്ചിരിക്കുന്നത്. അത് 100% പ്രൈവറ്റ് സെക്ടറിലാണ്. അതായത് അമേരിക്കയിൽ ഇൻഡസ്ട്രി വളരെ അതിവേഗം വളരുകയാണെന്ന് മാത്രമല്ല, ഈ വളർച്ച ഗ്രോത്ത് എന്ന് പറയുന്ന മുൻകാലത്ത് ഉണ്ടായിട്ടുള്ള ഇല്ലാത്ത പോലൊരു കുതിപ്പാണ് ഉണ്ടാകുന്നത്. അത് നമ്പർ 1. 2, ഡോയോൺസിന്റെ ഇൻഡെക്സ് കണ്ടു 50,000 ക്രോസ് ചെയ്തു. എന്നിട്ട് ട്രംപ് പറയുന്നു 3 വർഷം ടേം കഴിയുമ്പോൾ ഇത് ഇരട്ടിയാകും, അത് 1,00,000 ആകുക. ഒരു പരിധി വരെ സത്യമാകാൻ സാധ്യതയുണ്ട്. അത് നമുക്ക് സംശയിക്കേണ്ട വിഷയമില്ല. അതായത് ഇനി വരാൻ പോകുന്ന 3 വർഷം എന്ന് പറയാൻ നമ്മൾ മുമ്പ് പറഞ്ഞു അമേരിക്കയുടെ ഗോൾഡൻ ഏജ് ആയിരിക്കും എന്ന് മാത്രമല്ല, ഗോൾഡൻ ടൈം ആയിരിക്കും. പക്ഷെ നമ്മളിപ്പം ഇതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ ഒരു വിഷയം എന്ന് പറയുന്നത് ഇന്ത്യ ഇതിനകത്ത് എങ്ങനെ പ്രയോജനപ്പെടുത്തും എന്നുള്ളതാണ്. ഇന്ത്യ ഇന്നും ആ ഒരു അമേരിക്കയുടെ
ആ വളർച്ചയുടെ ഒരു ഒരു ഒരു- ഒരു കൂടെ ചേർത്തക്ക വിധത്തിലേക്ക് നമ്മുടെ ഡിപ്ലോമസി ഇതുവരെയും അഡ്ജസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. നമ്മൾ വളരെ താമസിച്ചു പോകുന്നു എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം. എനിവേ നല്ലൊരു ഡിസ്കഷൻ. അടുത്തൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.